നമ്മളുള്ളത് വെല്ലിംഗ്ടണിലെ ഉണ്ണിയുടെ അമ്മയാണ് ഇത്. ചേച്ചിയുടെ അവിടെ വന്നിട്ടോ ഇന്നലെ ഇവിടെ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടായിരുന്നു. സോ അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് ഇവിടുത്തെ കുറച്ച് പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന്. സോ നമ്മൾ ഇന്ന് എവിടേക്കാൻ പോണേ? ഇത് മോണുമെന്റ്. അത് ശരിക്കും വീടിൻ്റെ വളരെ അടുത്തായിട്ടോ. നമുക്ക് ഇവിടുന്ന് റൂമിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വെല്ലിംഗ്ടൺ മോണുമെന്റ് കാണാൻ പറ്റും. വെല്ലിംഗ്ടൺ മോണുമെന്റ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടോളസ്റ്റ് 3 സൈഡഡ് ഒബലിസ്ക്. ശരിക്കും നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ വെല്ലിംഗ്ടൺ മോണുമെന്റ് പോവാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നോക്കിയപ്പോഴാണ് കണ്ണ്. സോ ഇനി പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ, അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ. ആ ദൂരെ കാണുന്നതാണ് മോണുമെന്റ്. നമ്മളിപ്പം മോണുമെന്റിന്റെ താഴെ എത്തിയിട്ട് ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ മേലേക്ക് നടക്കുവാണ്. ഇതൊരു ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നത്. ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ്. ഫോറസ്റ്റ് ഏരിയ പോലെയാണ്. ഫുൾ കുറേ മരങ്ങളും ഒക്കെ ആയിട്ട്. സോ നമ്മൾ ഇവിടുന്ന് പതുക്കെ നടന്നിട്ട് മേലേക്ക് പോകും. ഇതെന്താ സംഭവം? അങ്ങനെ നമ്മൾ ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള 3 സൈഡ് ഒബ്ലിസ്കിൻ്റെ അവിടെ എത്തി കേട്ടോ. അതാണ് വെല്ലിംഗ്ടൺ മോണുമെന്റ്. ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴി ഫുള്ള് ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വാക്കൊക്കെ ഇവിടെ കാണാനും നല്ലതാ. പിന്നെ ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് നല്ല വെതറുമാണ്. മോണുമെന്റിന് താഴെയുള്ള ഒരു പീരങ്കിയാണ്. 48 വർഷം മുന്നേ എക്സിറ്റർ ഡോഗ്സിന് ഇങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്തതാണ്. ഒരു അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു പീരങ്കി. നമ്മളിപ്പോൾ മോണുമെന്റിന്റെ ഉള്ളിൽ കയറി ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളിൽ കയറാം. പക്ഷെ ടോപ്പിൽ നമ്മൾ പോകണമെങ്കിൽ 5 പൗണ്ട് പെർ ഹെഡ് കൊടുക്കണം. ഇന്ന് നമ്മൾ ടോപ്പിലേക്ക് പോകുന്നില്ല, കാരണം നമുക്ക് കുറച്ച് തിരക്കുണ്ട്. ഇന്ന് ഉണ്ണിയുടെ അച്ഛനും അനിയനും നാട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകണം. ഇതിനുള്ളിൽ ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. സ്റ്റോണിന്റെ തണുപ്പ്. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നമ്മൾ ജസ്റ്റ് ഉള്ളിൽ കയറി, ടോപ്പിലേക്ക് നമ്മൾ പോയില്ല. നമ്മളിവിടെ ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ നമുക്ക് ഇവിടെ നിന്ന് ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ട് മാത്രം 3 മില്യൺ പൗണ്ട് ചിലവായിട്ടുണ്ടെന്ന്. പിന്നെ അവർ നമുക്ക് ഗിഫ്റ്റ് പോലെ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ സംഭവം തന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് മോണുമെന്റ് ഉണ്ടാക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി വേറൊരു വ്ളോഗായിട്ട് വരാം. അപ്പം എല്ലാവർക്കും ബൈ.